ഹായ് ഹലോ. ഇന്ന് നമ്മളൊരു ചുരിദാർ കട്ടിങ്ങിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ നാലായിട്ട് ഈ മെറ്റീരിയൽ മടക്കിയിട്ടിരിക്കുകയാണ്. ഇത് ലൈനിങ് മെറ്റീരിയലാണ് കേട്ടോ. ആദ്യം നമ്മൾ കട്ട് ചെയ്യേണ്ടത് ലൈനിങ്ങിലാണ് അളവെടുത്ത് കട്ട് ചെയ്യേണ്ടത്. എന്തെങ്കിലും ഒരു ഏറ്റക്കുറച്ചിലുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായി നല്ല മെറ്റീരിയൽ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ തുണി നഷ്ടമായി പോകും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് നമ്മൾ ലൈനിങ്ങിൽ വേണം അളവെടുത്ത് കട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ മെറ്റീരിയൽ നമ്മൾ നാലായിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. ആ നാലായിട്ട് എങ്ങനെയാണ് ആദ്യം അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ടോ ഇത് പറയുന്നത്. നാലായിട്ട് മെറ്റീരിയൽ എങ്ങനെയാണ് മടക്കുന്നതെന്നുള്ളത്. ആദ്യം നമ്മൾ തുണീനെ ഇങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യണം. ഫോൾഡ് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ നേർപാകതിക്ക് നമ്മൾ ഫോൾഡ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നാലായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്യേണ്ടത്. ഇത് ഈ ഫോൾഡ് ചെയ്ത വശം രണ്ടും ഇങ്ങനെ വേണം തുണി ഇടാനായിട്ട്. തുണിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് വേണം ലെങ്ത് എടുക്കാനും അളവെടുത്ത് കട്ട് ചെയ്യാനായിട്ട്. ഞാൻ മെറ്റീരിയൽ കാണിച്ചു തരാം എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പം നമ്മുടെ സ്ഥിരം തയ്ക്കുന്നൊരു കസ്റ്റമറുടെ ആട്ടോ ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത്. വർഷങ്ങളായിട്ട് നമ്മുടെ അടുത്ത് തയ്പ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കസ്റ്റമറാണ്. പുള്ളിക്കാരിക്ക് നമ്മൾ ചെയ്യുന്നത് 47 ഇഞ്ച് ലെങ്തിലാണ് നമുക്ക് ലെങ്ത് എടുക്കേണ്ടത്. അപ്പം 47 ഇഞ്ച് എന്ന് പറയുമ്പം നമുക്ക് മെയിൻ മെറ്റീരിയലിൽ നിന്ന് നമുക്ക് 1 ഇഞ്ച് കുറച്ച് ലൈനിങ്ങിൽ ഒരു 46 ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്താം. 46 ഇഞ്ച് അടയാളപ്പെടുത്തി. 46 ഇഞ്ച് അടയാളപ്പെടുത്തി അതിനെ നമുക്കൊരു സ്കെയിൽ വെച്ചിട്ട് നമുക്ക് നേരെ വരയ്ക്കാം. അതിനുശേഷം നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തണം. ഷോൾഡർ നമുക്ക് ഈ കസ്റ്റമർക്ക് നമ്മൾ നെക്ക് ഇത്തിരി വൈഡായിട്ടാണ് വെട്ടുന്നത്. അതുകൊണ്ട് ഷോൾഡർ നമ്മൾ ഒത്തിരി ഷോൾഡർ കൊടുക്കാറില്ല. ഒരു ഷോൾഡർ എന്ന് പറഞ്ഞാൽ 15 ഇഞ്ചാണ് പുള്ളിക്കാരിയുടെ ഷോൾഡർ. പക്ഷേ എങ്കിൽ നമ്മൾ 15 ഇഞ്ചും കൊടുക്കുന്നില്ല. കാരണം ബാക്ക് നെക്കൊക്കെ നന്നായിട്ട് ഇറക്കിയിട്ടാണ്. അപ്പോൾ ബാക്ക് നെക്ക് നമ്മൾ എത്രത്തോളം ഇറക്കുന്നുവോ അതിനനുസരിച്ച് വേണം നമ്മൾ ഷോൾഡർ എടുക്കാനായിട്ട്. ഷോൾഡർ കുറച്ച് കൊണ്ടുവരണം. ഷോൾഡർ കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷോൾഡറിന് ലൂസ് വരും. അത് കാരണം ഇപ്പം ഈ കസ്റ്റമർക്ക് ഞാൻ എടുക്കുന്നത് ഒരു 4 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. ഈ കസ്റ്റമർക്ക് 4 ഇഞ്ച് നെക്കകലം എടുക്കും. ഇങ്ങോട്ടേക്ക് 3 ഇഞ്ച് ഷോൾഡർ, 3 ഇഞ്ച് ഷോൾഡർ എടുത്തു. അങ്ങനെ 4 3 7 ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ എടുത്തിരിക്കുന്നത്. ആ 7 ഇഞ്ച് നമുക്ക് കറക്റ്റ് ആകാൻ വേണ്ടി ആ 7 ഇഞ്ച് നമ്മൾ താഴേന്നും ഇങ്ങനെ ഒരു 7 ഇഞ്ച് കൊടുക്കുക. ഇവിടുന്ന് നേരെ ആം ഹോളിൻ്റെ കൈക്കുഴിയുടെ ഇറക്കം അതേ സെയിം 7 ഇഞ്ച് നമ്മൾ കൊടുക്കുന്നു. ആ 7 ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തി. ഇത് ചെസ്റ്റിൻ്റെ ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പം നമ്മൾ അത് ഇങ്ങനെ ലൈൻ വരച്ചു കൊടുത്തു. ഇനി ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് എന്ന് പറയുന്നത് 38 ഇഞ്ച് ചെസ്റ്റ് അളവ്. ആ 38 ഇഞ്ചിൻ്റെ 4/1 നമുക്ക് വരുന്നത് 9.5 ഇഞ്ചാണ്. അപ്പോൾ ഈ കസ്റ്റമർക്ക് ഇച്ചിരി ലൂസ് വേണ്ട കസ്റ്റമറാണ്. നമ്മൾ ചെസ്റ്റിൻ്റെ 4/1 കൂടെ എപ്പോഴും ഒരു 1/2 ഇഞ്ചേ നമ്മൾ കൂട്ടാവുള്ളൂ. അപ്പോൾ നമുക്കത് കറക്റ്റ് ഫിറ്റായിരിക്കും, ഷേപ്പ് കറക്റ്റായിട്ട് നിൽക്കും. ഇതിപ്പം ഈ കസ്റ്റമർക്ക് 1 ഇഞ്ച് ആണ് ഞാൻ ഇടുന്നത്. അപ്പം 38 9.5യുടെ കൂടെ 1 ഇഞ്ച് കൂട്ടുമ്പം നമുക്ക് 10.5 ഇഞ്ച് ചെസ്റ്റ് വരുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് തയ്യൽ തുമ്പ് ഞാൻ ഇച്ചിരി സാധാരണ നമുക്കൊരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്താൽ മതി. ഞാനിവിടെ 2 ഇഞ്ചാണ് എടുക്കുന്നത്. കോട്ടൺ മെറ്റീരിയലൊക്കെ ആയത് കാരണം ചിലപ്പോൾ കഴുകിയൊക്കെ കഴിയുമ്പോൾ ചുരുങ്ങാൻ സാധ്യതയുണ്ട്. അപ്പം ജസ്റ്റ് നമുക്ക് വണ്ണം കൂട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. ഇനി നമ്മളിവിടുന്ന് ആം ഹോളിൻ്റെ നേർപകുതി കണക്കാക്കണം. ആം ഹോളിൻ്റെ 7 ഇഞ്ച് എന്നുള്ളത് ആം ഹോളിൻ്റെ നേർപകുതി നമുക്ക് 3.5 ഇഞ്ച് അടയാളപ്പെടുത്തണം. 3.5 ഇഞ്ച്. ഈ കോർണറിൽ നിന്ന് നമുക്കൊരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഫ്രീ ഹാൻഡായിട്ട് നമ്മളൊരു കർവ് വരച്ചു കൊടുക്കുക. ഫ്രീ ഹാൻഡായിട്ട് നമുക്കൊരു കർവ് വരച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇവരുടെ ആം ഹോള് തന്നിരിക്കുന്നത് 17 ഇഞ്ചാണ് ആം ഹോള്. അപ്പം നമ്മളിവിടുന്ന് നോക്കുക 17 ഇഞ്ച് കിട്ടിയിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കുക. ഇവിടുന്ന് നമുക്ക് ഷോൾഡറിൻ്റെ ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കണം.
അതിനുശേഷം നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് തയ്യൽ തുമ്പ് ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് ഒരു 1/4 ഇഞ്ചോളം മാറ്റിയിട്ട് വേണം നമ്മൾ ആം ഹോൾ കർവ് അളന്ന് നോക്കാനായിട്ട്. അപ്പോൾ 17 ഇഞ്ചിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 8.5 ഇഞ്ച്. ഇതിപ്പോൾ നമുക്ക് 9 ഇഞ്ചിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇത് ആ കസ്റ്റമർക്ക് ഇച്ചിരി ലൂസ് ആവശ്യമുള്ളത് കൊണ്ട് ഞാനത് ഫുള്ള് ഞാൻ എടുക്കുകയാണ്. പിന്നെ നമുക്ക് ഇവിടുന്ന് വേസ്റ്റ് ലെങ്ത്, അതായത് നമ്മൾ ഷേപ്പ് അടയാളപ്പെടുത്തുന്ന ആ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 13.5 ഇഞ്ച് മതി. നമ്മൾ ഷോൾഡറിൽ നിന്നൊരു 1/2 ഇഞ്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുമ്പം 13.5 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 14 ഇഞ്ചിൽ നമ്മളിവിടെ അടയാളപ്പെടുത്തുക. പിന്നെ സ്ലിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് 20.5 ഇഞ്ചിൽ സ്ലിറ്റ് ലെങ്തും അടയാളപ്പെടുത്തുക. അത് നമുക്ക് സ്കെയിൽ വെച്ച് വരയ്ക്കാം. സ്കെയിൽ വെച്ച് വരയ്ക്കാം. അപ്പം ഇനി വേസ്റ്റ് റൗണ്ട് നമ്മുടെ ഇടവണ്ണത്തിൻ്റെ ഈ കസ്റ്റമറുടെ ഇടവണ്ണം എന്ന് പറയുന്നത് 36 ഇഞ്ചാണ്. 36 ഇഞ്ചിൻ്റെ 4/1 9 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് 9.5 ഇഞ്ച്. സീം അലവൻസ് നമുക്കൊരു 2 ഇഞ്ച് കൊടുക്കാം. പിന്നെ ഹിപ്പ് ഈ കസ്റ്റമറുടെ 42 ഇഞ്ചാണ്. അപ്പം നമുക്ക് 4/1 10.5 വരും. അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂടെ കൂട്ടി 11 ഇഞ്ചിൽ നമുക്ക് അടയാളപ്പെടുത്താം. ഇപ്പുറത്തോട്ട് നമുക്ക് തയ്യൽ തുമ്പിനായിട്ട് 1 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇനി നമുക്ക് ഈ പോയിൻറ്റുകളെല്ലാം നമുക്ക് ജോയിൻ ചെയ്യണം. ഈ പോയിൻറ്റുകളെല്ലാം കൂട്ടി വരയ്ക്കണം. ഇപ്പം നമ്മൾ ഈ വരച്ചിരിക്കുന്നത് ഇവിടെ ഇത് ഒരു ഷേപ്പായിട്ട് നമുക്ക് കൊടുക്കണം. ഇങ്ങനെ വളച്ച് ഒരു കർവായിട്ട് നമ്മൾ കൊടുക്കണം. ഇങ്ങനെ കർവായിട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇവിടുത്തെ അടിയിലത്തെ ബോട്ടം ടോപ്പിൻ്റെ അടിയിലത്തെ നമുക്കൊരു വിട്ട് എന്ന് പറഞ്ഞാൽ ചിലവർക്ക് വിട്ട് ഇച്ചിരി കൂടുതൽ വേണ്ടവരുണ്ട്. ചിലവർക്ക് സ്ട്രെയിറ്റ് ആയിട്ട് സ്ലിറ്റ് കിടക്കണം എന്നാഗ്രഹമുള്ളവർ ഇവിടുത്തെ ഈ ഒരു ഹിപ്പിൻ്റെ അതേ സെയിം അളവ് നമ്മൾ നേരെ താഴെ ആ സെയിം അളവ് അടയാളപ്പെടുത്തണം. അതല്ല എങ്കിൽ നമുക്കിച്ചിരി സ്ലിറ്റിന് വിരിവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ രീതിയിലൊന്ന് ചെരിച്ച് വരച്ചാൽ മതി. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. അതിൻ്റെ അകലം എത്രത്തോളം വേണം എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ് അത് ചെയ്യേണ്ടത്. കസ്റ്റമറുടെ ആഗ്രഹപ്രകാരമാണ് നമ്മൾ അത് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു 2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1.5 ഇഞ്ചൊക്കെ മതി ഇങ്ങനെ ഒന്ന് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് നമ്മളിന്ന് കർവ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ആ ഭാഗം തൂങ്ങിക്കിടക്കും. ഇപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ലൈനിങ്ങിൽ ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ മെയിൻ മെറ്റീരിയൽ നമ്മൾ ഇത് വെച്ച് കട്ട് ചെയ്യുക. നമുക്ക് ടക്ക് അടയാളപ്പെടുത്തുക എന്ന് പറയുന്നത് ചിലവർക്ക് ഹൈറ്റ് അനുസരിച്ചാണ്. ഞാനിവിടെ 9 ഇഞ്ചാണ് എടുക്കുന്നത്. വണ്ണമുള്ള ആളായത് കാരണം കൊണ്ട് അതിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് 4.5 ഇഞ്ചാണ്. അതിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത്. സ്ലിറ്റിൻ്റെ തൊട്ട് താഴെ ഒരു 1 ഇഞ്ചിൻ്റെ മുകളിലായിട്ടാണ് ടക്കിൻ്റെ ലെങ്ത് വയ്ക്കുന്നത്. ടോട്ടൽ ഇവിടെ വരുന്നത് നമുക്ക് 10.5 ഇഞ്ച് വരുന്നുണ്ട്. 10.5 ഇഞ്ചിൻ്റെ ഹാഫ് 5.25 ഇഞ്ച്. ഇനി നമുക്ക് ഇത് നിങ്ങൾ ഇങ്ങനത്തെ റോളർ മാർക്ക് ചെയ്യുന്ന റോളർ കണ്ടിട്ടുണ്ടാവും. അറിയാൻ മേലാത്തവർക്ക് വേണ്ടി കാണിച്ചു തരുന്നതാണ് കേട്ടോ ഈ റോളർ. അത് വെച്ചിട്ട് നമുക്കിങ്ങനെ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്യുമ്പോൾ 4 പീസയിലും ഈ മാർക്ക് വരും. അപ്പോൾ നമുക്ക് തയ്ക്കാൻ എളുപ്പമുണ്ടാവും. സ്ലിറ്റിൻ്റെ ഏരിയ പിന്നെ നമുക്കിവിടെ
ആം ഹോൾ കുഴിച്ച് വെട്ടണം. സാധാരണ എല്ലാവരും ഒരു 1/2 ഇഞ്ചൊക്കെയാണ് കുഴിച്ച് വെട്ടുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അത്രയും പോരാ, ഒരു 1/4 ഇഞ്ചോളം എടുക്കണം. കാരണം അല്ലെങ്കിൽ കൈക്കുഴിയുടെ അവിടെ സ്ലീവ് വെക്കുന്ന ഭാഗത്ത് ഇങ്ങനെ തുടിച്ച് ഒരുപാട് തുണി ഇങ്ങനെ തുടിച്ച് കിടക്കും. അപ്പോൾ അത് ചെസ്റ്റ് ഏരിയ കൊണ്ട് ഭയങ്കര വൃത്തികേടായിരിക്കും. എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഞാൻ 1 ഇഞ്ചോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ അത്രയും തന്നെ ഞാൻ എടുത്ത് ചെയ്യുന്നത്. അത്രയും ചെയ്യുമ്പോൾ അത് വളരെ വൃത്തിക്ക് യാതൊരുവിധ ചുളുക്കും ഇല്ലാതെ ആം ഹോളിൻ്റെ അവിടെ വളരെ വൃത്തിക്കിരിക്കും. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ 47 ഇഞ്ചിൻ്റെ കൂടെ 2 ഇഞ്ച് ആഡ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് 49 ഇഞ്ച് ഇറക്കം. ഇത് ഈ ഫാബ്രിക്ക് കറക്റ്റ് 49 ഇഞ്ച് ഇറക്കമുണ്ട്. ഇനി നമ്മൾ ഈ ലൈനിങ് വെച്ചിട്ട് നമ്മൾ ഇതിൽ ചേർത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ ഫാബ്രിക്കിൽ നിന്ന് വേണം നമുക്ക് സ്ലീവ് വെട്ടിയെടുക്കാനായിട്ട്. എൻ്റെ കസ്റ്റമർക്ക് വേണ്ടത് എൽബോ സ്ലീവാണ്. അപ്പം നമ്മൾ ഈ ഒരു മെറ്റീരിയൽ കണ്ടോ, നമുക്ക് 2 ഭാഗം നമുക്ക് കിട്ടും. ഇതിൽ നിന്ന് വേണം നമുക്ക് കസ്റ്റമർക്ക് വേണ്ടിയിട്ടുള്ള സ്ലീവ് വെട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഫാബ്രിക്ക് മടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം മടക്കാൻ. കറക്റ്റ് സെൻറ്ററിൽ നിന്ന് ഫോൾഡ് ചെയ്ത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ കിട്ടുന്ന അതേ ഫോൾഡിൽ വെച്ചിട്ട് നമ്മൾ മെയിൻ മെറ്റീരിയൽ വെട്ടരുത്. കുറച്ച് നമുക്ക് സ്ലീവിനുള്ളത് മുമ്പോട്ട് ഇട്ടിട്ട് മാത്രമേ, അതായത് ഇത് ഇങ്ങനെ ഇത്രയും ഭാഗം ഇതിങ്ങനെ മടക്കാവുള്ളൂ. ഇത്രയും ഭാഗം ഇങ്ങോട്ട് കിടക്കണം. ഈ സെൻറ്ററിൽ നിന്ന് ഒരിക്കലും ഇതുപോലെ മടക്കരുത്, ഇങ്ങനെ മടക്കണം. നമുക്ക് സ്ലീവിനുള്ളത്, കസ്റ്റമർക്കുള്ള സ്ലീവിനുള്ളത് എടുക്കാം. പിന്നെ ഇത് സെൻറ്ററായിട്ട് എടുത്തു. നമ്മുടെ കസ്റ്റമറുടെ സ്ലീവിൻ്റെ ഇറക്കം, ഫുൾ സ്ലീവ് ലെങ്ത് എന്ന് പറയുന്നത്, ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് 13 ആണ്. 13ൻ്റെ കൂടെ നമുക്കൊരു 1.5 ഇഞ്ച് നമുക്ക് ആഡ് ചെയ്യാം. അപ്പം 14 ഇഞ്ച്, ടോട്ടൽ 14 ഇഞ്ചിൽ നമുക്ക് സ്ലീവ് അടയാളപ്പെടുത്താം. അതിനുശേഷം നമുക്ക് സ്ലീവിൻ്റെ ഷേപ്പ് വരയ്ക്കാനായിട്ട് നമുക്കൊരു 3.5 ഇഞ്ച് നമുക്ക് താഴോട്ട് അടയാളപ്പെടുത്താം. അവിടുന്ന് നമുക്ക് നേരെ ഒരു കർവ് വരച്ചു കൊടുക്കാം. കസ്റ്റമറുടെ കൈയുടെ മസിൽ എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. ആ 14 ഇഞ്ചിൻ്റെ ഹാഫ് 7, അതിൻ്റെ ഒരു 1/2 ഇഞ്ച് കൂടെ കൂട്ടി നമുക്ക് 7 ഇഞ്ച് അടയാളപ്പെടുത്താം. സീം അലവൻസ് എന്ന് പറയുന്നത് നമുക്കൊരു 1.25 ഇഞ്ച് ഇട്ട് കൊടുക്കാം. സ്ലീവ് റൗണ്ട് 10.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമുക്കൊരു 1/2 ഇഞ്ചും കൂടെ കൂട്ടി നമുക്ക് 11 ഇഞ്ച് നമുക്ക് വേണം ചുറ്റളവ് വേണ്ടത്. അതിന് നമുക്ക് 5.5 ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്താം. അതിൻ്റെ കൂടെ നമുക്കൊരു 1.5 ഇഞ്ച് സീം അലവൻസും കൊടുക്കാം. ഇനി ആം ഹോൾ നമുക്ക് അളന്ന് നോക്കണം. നമുക്ക് നമ്മുടെ ചുരിദാറിൻ്റെ ആം ഹോളിൻ്റെ കർവ് 9.5 ഇഞ്ചാണ് നമ്മളവിടെ 9 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. 8.5 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. പക്ഷേ നമ്മൾ ഒരു 1/2 ഇഞ്ചും കൂടെ നമ്മൾ കൂട്ടി നമ്മൾ 9 ഇഞ്ചാണ് എടുത്തത്. ഇനി നമുക്ക് ഈ പോയിന്റുകൾ തമ്മിൽ നമുക്ക് കൂട്ടി യോജിപ്പിക്കാം.
നമുക്ക് രണ്ട് സ്ലീവിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് വെട്ടണം. ഫ്രണ്ട് ആം ഹോൾ ജസ്റ്റ് ഒന്ന് കുഴിച്ച് വെട്ടണം. ഫ്രണ്ട് ആം ഹോളാണെന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നോച്ചിട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മൾ ചുരിദാർ കട്ടിങ്. ഇനി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം.